ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇന്ന് ഞാൻ ജീസസിൻ്റെ വചനങ്ങളാണ് പറയുന്നത്. അത് ഒരുപാട് പേർക്ക് അറിയില്ല. ജീസസിൻ്റെ വചനത്തിലൂടെ ഒരുപാട് മനുഷ്യർക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്. വചനം ഉരുവിടുന്നതിലൂടെയാണ് സൗഖ്യം ലഭിക്കുന്നത്. ജീസസിന് വിശ്വാസമുള്ള വ്യക്തികൾ, കൂട്ടുകാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടാകും. ഈ വചനങ്ങൾ പറഞ്ഞിട്ട് എന്താണ് സബ്ജക്റ്റ്, അതായത് എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത്ഭുതം ഉണ്ടാവും, സൗഖ്യം കിട്ടും. പറയട്ടെ. അപ്പോൾ യേശു മറുകരെ ഗദരായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അവ പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴുക്കാം തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു. മത്തായി 8:28-33. ഈ വചനം പറഞ്ഞിട്ട് എൻ്റെ മേലുള്ള സാത്താൻ്റെ ആധിപത്യം യേശുവെ തകർക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാം കേട്ടോ. അന്ധനും ഊമനുമായ ഒരു പിശാച് ബാധിതനെ അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ സുഖപ്പെടുത്തി. അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു. മത്തായി 12:22. എൻ്റെ മേലുള്ള സാത്താൻ്റെ ആധിപത്യം യേശുവെ തകർക്കണമേ. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. മത്തായി 15:22-28. എൻ്റെ മേലുള്ള സാത്താൻ്റെ ആധിപത്യം യേശുവെ തകർക്കണമേ. ഈ വചനം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരാൾ കടന്നു വന്നു. അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. മത്തായി 17:14-28. മത്തായി 17:14-18 ആണ് കേട്ടോ. ഇങ്ങനെയുള്ള വചനങ്ങൾ അന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് ആളുകൾ സൗഖ്യപ്പെട്ടതുപോലെ ഇന്നും സൗഖ്യങ്ങളുണ്ട് ഓരോ വീടുകളിലും. അപ്പോൾ വചനങ്ങൾ വെച്ച് തീരെ കഷ്ടപ്പെട്ട് വചനം അറിയാതെയൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്ക് ഈ വചനം കേട്ടിട്ട് ഈ വചനത്തിലൂടെ ഇതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, സങ്കടങ്ങളൊക്കെ മാറും. താങ്ക് യു.